അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ ഇതുവരെ നമ്മൾ സിമ്പിൾ കോമ്പൗണ്ട്, അതുപോലെ തന്നെ സിമ്പിൾ ടു കോംപ്ലക്സ്, ഇനി കോമ്പൗണ്ട് കോംപ്ലക്സ് തമ്മിലുള്ള ഇൻ്റർചേഞ്ചിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. എക്സസൈസുകളൊക്കെ പൂർത്തിയാക്കാത്തവർ കൃത്യമായി പൂർത്തിയാക്കണം. വേറൊരു സംഗതി കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഫ്ലു പഠിക്കാനുള്ള പോർഷൻ അതെല്ലാവരും നിങ്ങൾക്ക് അറിയോ ഏതാ പോർഷൻ എന്ന്? അതിൻ്റെ എക്സാം എപ്പോഴും നടക്കും, എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ അറിയിക്കും. ഇഫ്ലുവിൻ്റെ പോർഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. 3ാം ക്ലാസ്സിൽ ഏതാ പോർഷൻ ഞാൻ ഏതായാലും നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പിലിടാം. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസ് നോക്കാം. ഇന്റർചേഞ്ച് ബിറ്റ്വീൻ കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ്. ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഹീ ട്രൈഡ് ഹിസ് ബെസ്റ്റ്. അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചു. ബട്ട് ഹീ ഡിഡ്ന്റ് സക്സീഡ്. പക്ഷേ വിജയിച്ചില്ല. ഇത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ് അല്ലേ? കോമ്പൗണ്ടാണ്, അത് നിങ്ങൾക്കറിയാം. കാരണം ആൻഡ് ബട്ട് ഒക്കെ വന്നിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ ഇനി കോംപ്ലക്സ് ആക്കാൻ, ദോ ഹീ ട്രൈഡ് ഹിസ് ബെസ്റ്റ്, അവൻ നന്നായി പരിശ്രമിച്ചെങ്കിലും ഹീ ഡിഡ്ന്റ് സക്സീഡ്. അപ്പോൾ ദോ ഒന്ന് ഉപയോഗിച്ച് പറഞ്ഞതോട് കൂടിയിട്ട് അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആയി. അപ്പോൾ എങ്ങനെയാണ് ഇത് മാറ്റുക? കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് ക്യാൻ ബി ഇൻ്റർചേഞ്ച്ഡ്. അത് മാറ്റാം ബൈ റീപ്ലേസിങ് ദ സബോർഡിനേറ്റ് ക്ലോസ്. ഇവിടെ സബോർഡിനേറ്റ് ക്ലോസ് അല്ലേ, ബട്ട് ഈ സബോർഡിനേറ്റ് ക്ലോസിനെ വിത്ത് മെയിൻ ക്ലോസ് ആൻഡ് വൈസ് വേഴ്സ. ഈ ഇവിടെ ബട്ട് എന്ന് ഉപയോഗിച്ച് പറഞ്ഞതിനെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് ആക്കിയിട്ട് ധോ എന്നുള്ള സബോർഡിനേറ്റ് ക്ലോസ് ആക്കിയിട്ട് മാറ്റാം. സബോർഡിനേറ്റ് ക്ലോസ് പറഞ്ഞാൽ ഇതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഇത് ഒറ്റയ്ക്ക് നിന്നാൽ വല്ല അർത്ഥമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കോമ്പൗണ്ടിനെ കോംപ്ലക്സും കോംപ്ലക്സിനെ കോമ്പൗണ്ടും ഒക്കെ ആക്കാം. വളരെ സിമ്പിളാണ്. ഉദാഹരണം നോക്ക്. യു ഹാവ് ടു ഹറി ഓർ യു വിൽ മിസ് ദ ബസ്. നീ സ്പീഡാക്കിക്കോ അല്ലെങ്കിൽ ബസ് മിസ്സാവും. അപ്പോൾ ഇഫ് യു ഡു നോട്ട് ഹറി യു വിൽ മിസ് ദ ബസ്. ഇത് ഹറി ആക്കിയിട്ടില്ലെങ്കിൽ യു മിസ് ദ ബസ്. അപ്പോൾ ഇഫ് എന്ന് ചേർത്തിട്ടാണ് അവിടെ കോംപ്ലക്സ് പറഞ്ഞത്. അടുത്ത ഉദാഹരണം നോക്ക്. ദ ക്ലൗൺ എൻറ്റേർഡ് ദ സർക്കസ് റിംഗ് ആൻഡ് ദ ചിൽഡ്രൻ സ്റ്റാർട്ടഡ് ക്ലാപ്പിംഗ്. ക്ലൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്ലൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയാ, ഈ സർക്കസിലൊക്കെ ഉണ്ടാവില്ലേ ചിരിപ്പിക്കാനായിട്ട് വരുന്ന കോമാളിയോ, ജോക്കർ അല്ലേ, അങ്ങനെയൊക്കെ പറയാം അല്ലേ. ഇതാണ് ക്ലൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ക്ലൗൺ എൻറ്റേർഡ് ദ സർക്കസ് റിംഗ്. സർക്കസിൻ്റെ ആ റിങ്ങിലേക്ക് ക്ലൗൺ വന്നു. ആൻഡ് ദ ചിൽഡ്രൻ സ്റ്റാർട്ടഡ്, ഇവിടെ ആൻഡ് ഉപയോഗിച്ച് പറഞ്ഞു, കോമ്പൗണ്ടാണ്. അപ്പോൾ അത് നമുക്ക് പറയാം, വെൻ ദ ക്ലൗൺ എൻറ്റേർഡ് ദ സർക്കസ് റിംഗ് ദ ചിൽഡ്രൻ സ്റ്റാർട്ടഡ് ക്ലാപ്പിംഗ്. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം കൂടി ഒപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവിച്ചിട്ടാണ് അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഭാഗം ചേർക്കാഞ്ഞത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇൻ്റർചേഞ്ച് അവസാനിക്കാൻ പോകണം. ഇതിൻ്റെ കൂടി കുറച്ച് എക്സസൈസുകൾ ഉണ്ട്, നോക്കുക. ലെറ്റ്സ് പ്രാക്ടീസ്. കൺവേർട്ട് ദ ഫോളോയിങ് ഇൻ ടു കോംപ്ലക്സ് സെൻറ്റൻസസ്. ദ കൺട്രി ഹാസ് മെയ്ഡ് ഹ്യൂജ് പ്രോഗ്രസ്. രാജ്യം വളരെയധികം ഉന്നതിയിലാണ്. ബട്ട് വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ. പക്ഷെ നമുക്ക് ഒരുപാട് പോവാൻ ഇനിയും ഉണ്ട്. അപ്പോൾ ഈ ബട്ടിനെ മാറ്റിയിട്ട് നിങ്ങൾ എന്താക്കും എന്ന് എഴുതാം. യു ഹാവ് ടു ബി 18 years old ഓർ യു ക്യാൻറ്റ് വോട്ട്. നിനക്ക് 18 വയസ്സാവണം, എന്നാലേ നിനക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലിപ്രോസി ഈസ് എ ക്യൂറബിൾ ആൻഡ് എവരിബഡി നോസ് ദിസ്. ലിപ്രോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂറബിൾ ആണ്. ക്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയാം? ലിപ്രോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗമാണ് ലിപ്രോസി. ഒരു എന്താ പറയുക, നമ്മളെ ചിക്കൻ അല്ല എന്താ പറയുക, വസൂരിയൊക്കെ മാറിയുള്ള വസൂരി, കുഷ്ഠം അതാണ്. ലിപ്രോസി ഈസ് എ ക്യൂറബിൾ. കുഷ്ഠം എന്നുള്ളത് മാറ്റാൻ കഴിയുന്ന രോഗമാണ്. ആൻഡ് എവരിബഡി നോസ് ദിസ്. ഇതെല്ലാവരും അറിയും ചെയ്യും. ലിപ്രോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ഠരോഗം. ഹീ ഈസ് എ മജീഷ്യൻ. അവൻ മജീഷ്യനാണ്. ഫ്രം തുർക്കി. ആൻഡ് ഹീ ഹാസ് എ പെർഫോംഡ് ഓൾ ഓവർ ദ വേൾഡ്. അവൻ തുർക്കിയിൽ നിന്നുള്ള മജീഷ്യനാണ്.
അവൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ട്? മജീഷ്യൻ ഷോ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ എന്താക്കുക? കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് മാറ്റി എഴുതുക. ഇനി നേരെ തിരിച്ചുണ്ട്. കൺവേർട്ട് ദ ഫോളോയിങ് ടു കോമ്പൗണ്ട് സെൻറ്റൻസസ്. ഇഫ് യു ബൈ 2 ഷർട്ട്സ്, നീ 2 ഷർട്ട് വാങ്ങുകയാണെങ്കിൽ യു ഗെറ്റ് 1 ഫ്രീ. നിനക്ക് 1 ഫ്രീ ആയി കിട്ടും. വലിയ വലിയ എന്താ പറയുക, ബ്രാൻഡുകളൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ? സ്കളേഴ്സ്, ലൂയി ഫിലിപ്പ്, അങ്ങനെയൊക്കെ ഉള്ള സംഗതികൾ കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കാണാം. ഹി വെൻറ്റ് ടു ദ വർക്ക് ആസ് സൂൺ ആസ് ഹി ഫിനിഷ്ഡ് ഹിസ് മീൽ. അവൻ ഫുഡ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്തു? വർക്കിന് വേണ്ടി പോയി. അബ്ദുള്ള ഹു സ്റ്റഡീസ് ഇൻ ദാർലുദ ഈസ് എ ഫേമസ് ഒറേറ്റർ. ദാർലുദയിൽ പഠിക്കുന്ന ഈ അബ്ദുള്ള ഉണ്ടല്ലോ, അവൻ ഭയങ്കര പ്രാസംഗികനാണ്. ഒറേറ്റർ, പ്രാസംഗികൻ. ഇഫ് യു ഡോണ്ട് സ്പീക്ക് ദ ട്രൂത്ത് ഗോഡ് വിൽ പണിഷ് യു. ഇഫ് യു ഡോണ്ട് സ്പീക്ക് ദ ട്രൂത്ത്, നീ സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഗോഡ് വിൽ പണിഷ് യു, ദൈവം നിന്നെ ശിക്ഷിക്കും. അപ്പോൾ ഇതിനെ കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റി എഴുതുക. അതോടുകൂടി നമ്മളെ ഈ ഭാഗത്തുള്ള ഇൻ്റർചേഞ്ച് ബിറ്റ്വീൻ സെൻറ്റൻസ്, അതായത് സെൻറ്റൻസ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട്, കോംപ്ലക്സ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റർചേഞ്ച് കോമ്പൗണ്ട്, സിമ്പിൾ കോമ്പൗണ്ട്, സിമ്പിൾ കോംപ്ലക്സ്, കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട്, ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.